വീട്ടിലൊരു മരണ വീടിൻ്റെ അന്തരീക്ഷമായിരുന്നു. എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് നിലവിളിക്കുകയൊക്കെ ചെയ്ത ഒരു അവസ്ഥയായിരുന്നു. മദ്രാസ് കോടമ്പകത്ത് പോയാൽ, സിനിമ ഇൻഡസ്ട്രിയിൽ പോയാൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടും എന്നുള്ള ഒരു മോഹത്തോടു കൂടിയാണ് സത്യത്തിൽ മദ്രാസിലേക്ക് പോകുന്നത്. 2 ദിവസം ആയപ്പോഴത്തേക്ക് ഹോട്ടലുകാരൻ പറഞ്ഞു, പൈസ തന്നാലേ ഇനി ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇടയിലാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോലും പൈസയില്ല. എന്നെങ്കിലും എനിക്കൊരു സിനിമ ചെയ്യാൻ സാധിച്ചാൽ എന്ന് കരുതി ഞാൻ എഴുതി വെച്ചിരുന്ന ഒരു കഥ അദ്ദേഹത്തിന് കൊടുത്തു. അതാണ് ആഗ്രഹം എന്ന സിനിമ. എന്നെ പാലക്കാട്ട് നിന്ന് രക്ഷപ്പെടുത്തി മദ്രാസിലേക്ക് അയച്ച അദ്ദേഹത്തിന് ഞാൻ അവിടെ വെച്ച് കാണുന്നു. എൻ്റെ 19ാമത്തെ വയസ്സിൽ ഞാൻ സിനിമ സംവിധാനം ചെയ്തു. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണൻ എൻ്റെ മുന്നിൽ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ സിനിമയും 100 ദിവസം ഓടും എന്ന് ഒരു ചിന്തയുണ്ടെങ്കിൽ എല്ലാവരും അവരുടെ കുടുംബം വിട്ട് സിനിമ എടുക്കുമായിരുന്നു. ഹായ്, ഹലോ, നമസ്കാരം. യെസ്, ഇന്ന് നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല നല്ല സിനിമകൾ സമ്മാനിച്ച, അതായത് ഇപ്പോൾ സൂര്യപുത്രൻ, കിലുകിൽ പമ്പരം, പിന്നീട് അങ്ങോട്ട് തുടങ്ങി ദോസ്ത്, മിസ്റ്റർ ബ്രഹ്മചാരി, അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ച തുളസിദാസ് സാറാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത്. വെൽക്കം ടു ദി ഷോ സർ. വെൽക്കം. അപ്പോൾ ശരിക്കും സാറിനോട് ഞാൻ പലപ്പോഴും ഒരു ഡയറക്ടറിനെ കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മളൊരു സിനിമ ചെയ്യുന്ന സമയത്ത്, സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഏതൊരു ഫീൽഡിൽ നോക്കിയാലും ഒരുപാട് ജോലികളുണ്ടാവും അല്ലേ? അപ്പോൾ ഡയറക്ഷൻ ഉണ്ട്, ആക്ടിങ് ഉണ്ട്, സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഡയറക്ഷനാണ് എൻ്റെ മേഖല, ഇതാണ് എൻ്റെ സ്വപ്നം എന്ന് സാർ മനസ്സിലാക്കിയ ഒരു ടൈം എപ്പോഴാണ്? സത്യത്തിൽ ഞാൻ മദ്രാസ് കോടമ്പകത്തേക്ക് പോകുന്നത് ഡയറക്ഷൻ മനസ്സിൽ കണ്ടുകൊണ്ടല്ല പോയത്. അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാടകങ്ങൾ എഴുതുകയും അഭിനയിക്കുകയും പ്രൈസ് വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു അഭിനയ മോഹമായിരുന്നു മനസ്സിൽ. അപ്പോൾ അങ്ങനെ മദ്രാസ് കോടമ്പകത്ത് പോയാൽ, സിനിമ ഇൻഡസ്ട്രിയിൽ പോയാൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടും എന്നുള്ള ഒരു മോഹത്തോടു കൂടിയാണ് സത്യത്തിൽ മദ്രാസിലേക്ക് പോകുന്നത്. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നസീർ സാറിനെ നേരിട്ട് കാണുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നസീർ സാറിൻ്റെ സിനിമകൾ കാണുക, അദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾ പേപ്പറിൽ വരുന്നത് ബുക്കിൽ ഒട്ടിച്ചു വയ്ക്കുക, അങ്ങനെ ഒരു ഭയങ്കര ഒരു ഫാൻ തന്നെയാണ്. ഫാൻ എന്ന് പറഞ്ഞേക്കാളും ഒരു പ്രേമം എന്ന് പറയാം സത്യത്തിൽ. അങ്ങനെ ഒരു ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിന് സ്കൂളിൽ നിന്ന്, ക്ലാസ്സിൽ നിന്ന് തന്നെ എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. അതായത് നോട്ടിൽ, അതായത് പുസ്തകത്തിൽ ഒരു ഹിന്ദി സാറുണ്ട്, ഭയങ്കര ദേഷ്യം ഉള്ള ഒരു സാറാണ്. അപ്പോൾ അദ്ദേഹം വന്നൊരു ബുക്സൊക്കെ ഇങ്ങനെ എടുത്ത് മറിച്ച് നോക്കുമ്പോൾ ഒരു പേജിൽ നസീർ സാറിൻ്റെ ഒരു 5-6 ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തൻ്റെ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് എനിക്കിഷ്ടമുള്ളൊരു ആർട്ടിസ്റ്റാണ്, ഇത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ആർട്ടിസ്റ്റാണെന്ന്. എന്നാൽ ഒരു കാര്യം ചെയ്യും, താൻ പുറത്ത് നിൽക്കാൻ പോകും. അങ്ങനെ പുറത്തിറക്കി വിട്ടു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അപ്പോഴും ആരാധന കൂടുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ലക്ഷ്യമായിരുന്നു എൻ്റെ സത്യത്തിൽ മദ്രാസിലേക്ക് പോകുന്നത്. മദ്രാസിലേക്ക് എനിക്ക് അവിടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയാണ് പോയത്. ആ രീതിയിൽ സിനിമയിലേക്ക് എൻട്രി ആവുക എന്നുള്ളതാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരിക്കലും സമ്മതിക്കാത്തൊരു കാര്യമായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് വീട്ടിലൊരു മരണ വീടിൻ്റെ അന്തരീക്ഷമായിരുന്നു. എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് നിലവിളിക്കുകയൊക്കെ ചെയ്ത ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് പോകണം എന്നുള്ള ഒരു വാശിയിൽ ഞാൻ പോയതാണ്. അവിടെ ചെന്നപ്പോഴാണ് സത്യത്തിൽ സർ ശരിക്കും ഏതൊരു ഏജിലാണ് വീട്ടിൽ നിന്ന് ഈ സിനിമ എന്ന് പറഞ്ഞ് ഇറങ്ങുന്നത്? എൻ്റെ 16ാമത്തെ വയസ്സിലാണ്. എൻ്റെ അമ്മക്ക് അറിയില്ലേ പോകുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് എങ്ങനെ ആ ഒരു ഗട്ട്സ് കിട്ടിയത്, അങ്ങനെ ഒരു ഡിസിഷനിലോട്ട് എത്താൻ? അത് അങ്ങനെ ഒരു അത്രയധികം മോഹമായിപ്പോയി. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് പോയി നോക്കാം എന്നുള്ള ഒരു ഇത്. അപ്പോൾ ഒരു സുഹൃത്ത് അവിടെ ഉണ്ട്. അപ്പോൾ അത് കാരണം അദ്ദേഹത്തിനെ പോയി കാണാം എന്നുള്ള ഒരു അവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ പോയി അവിടെ ചെന്നപ്പോഴാണ് സത്യത്തിൽ കുറേ സമയമെടുത്താണ്, ദിവസങ്ങളെടുത്താണ് നസീർ സാറിനെ ഒന്ന് കാണാൻ പോലും പറ്റിയത്. അത് കണ്ടപ്പോൾ ഒരു കൂടുതൽ സന്തോഷം. പിന്നെ മറ്റ് ആർട്ടിസ്റ്റുകളെ ഷൂട്ടിംഗ് സ്ഥലത്ത് പോയി കാണാൻ സാധിച്ചു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് എൻ്റെ രൂപം ഞാൻ ശരിക്കും നിലക്കണ്ണാടിയിൽ കാണുന്നത് അപ്പോഴാണ്. അപ്പോൾ എനിക്ക് തോന്നി ഒരിക്കലും ഒരു നടനാവാൻ
സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഓയ്ക്കോ, അങ്ങനെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ രൂപം അങ്ങനെയാണ്. കാരണം ഞാൻ വളരെ സ്കെൽറ്റായിട്ടൊരു പയ്യൻ, താടിയില്ല, മീശയില്ല, അങ്ങനെയൊക്കെ ഉള്ള ആ അവസ്ഥയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ഉള്ളിൽ മോഹം കൂടുതലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു ഷൂട്ടിംഗ് കാണുന്നത്. കെ ബാലചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഒരു ഷൂട്ടിംഗ് മദ്രാസ് വിജയ സ്റ്റുഡിയോയിൽ കാണുകയുണ്ടായി. അപ്പോൾ ആ ഷൂട്ടിംഗ് കാണുന്ന സമയത്താണ് ഒരു ഡയറക്ടർ, ആ ഡയറക്ടറുടെ ഒരു വാല്യൂ മറ്റുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് ബഹുമാനിക്കുന്നത് കാണുന്നത് അപ്പോഴാണ്. ഡയറക്ടറിന്റെ പവർ എന്താന്ന് പക്ഷെ അവിടെ നമ്മൾ അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കസേരയിൽ തുണി ഇങ്ങനെ ഇട്ടിട്ട് ബാക്കിൽ എഴുതിയിട്ടുണ്ട് ഡയറക്ടർ, ആർട്ടിസ്റ്റ്, അപ്പോൾ ഹീറോ, അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഇരിക്കുന്നത് വെള്ള തൊപ്പിയും വെള്ള ഷർട്ടും വെള്ള പാൻറ്റും വെള്ള ഷൂ, മൊത്തം വൈറ്റ് ഇതാണ്. അപ്പോൾ അവിടെ ആർട്ടിസ്റ്റുകൾ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കാലിൽ വന്ന് തൊഴുന്നു, ഭയങ്കരമായിട്ട് ഇദ്ദേഹം ആയിരുന്നു. അപ്പോൾ കുറച്ച് ദൂരെ നിന്നായിട്ട് കാണാൻ സാധിക്കുള്ളൂ, നമുക്ക് അടുത്തേക്ക് പോകാൻ പോലും. പിന്നീട് എൻ്റെ ഒരു ആഗ്രഹം സംവിധാനം പഠിച്ചാൽ എന്തെന്ന് തോന്നി. അവിടെ മുതലാണ് സംവിധാന രംഗത്തേക്ക് എൻ്റെ മനസ്സ് തിരിയുന്നത്. അപ്പോൾ സി രാധാകൃഷ്ണൻ എന്ന നോവലിസ്റ്റ് ഉണ്ടല്ലോ, അദ്ദേഹം വലിയ നോവലിസ്റ്റാണ്, ഡയറക്ടറുമാണ്. അപ്പോൾ അഗ്നിയൊക്കെ ഡയറക്റ്റ് ചെയ്ത അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ആദ്യം ഈ സുഹൃത്തുമായി വഴി അദ്ദേഹത്തിനോട് ഞാൻ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ രാധാകൃഷ്ണൻ സാർ എന്നോട് പറഞ്ഞത്, എന്നെ അടിമുടി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ്, നിങ്ങളൊക്കെ കൊച്ചു പയ്യന്മാരല്ലേ, ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടെക്നിക്കലായിട്ട് എന്തെങ്കിലും പഠിക്കാൻ നോക്കൂ, അഭിനയിക്കുന്ന എപ്പോഴും അഭിനയിക്കാം, ടെക്നിക്കലായിട്ട് പഠിക്കാൻ നോക്കൂ. അപ്പോൾ ഈ ഒരു വേർഡ് എൻ്റെ മനസ്സിൽ കിടക്കും. അപ്പോഴാണ് ഈ സംവിധാനം ഡയറക്ടറെ കാണുകയും അദ്ദേഹത്തെ ഈ ആഗ്രഹം കയറുകയും ചെയ്യും. എന്നിട്ട് രാധാകൃഷ്ണൻ സാറിനോട് തന്നെ ഞാൻ വീണ്ടും പോയി ചോദിച്ചു, പിന്നെ സാറിൻ്റെ അടുത്ത പടത്തിൽ അസിസ്റ്റൻ്റ് ആക്കാമോ എന്ന് ചോദിച്ചു. അവിടെയാണ് എൻ്റെ ഡയറക്ഷൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ശരി, ഈ ഫസ്റ്റ് ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് പൊതുവെ എല്ലാവർക്കും സ്ട്രഗിൾ ആണല്ലേ, ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത്. ആ ഒരു സ്ട്രഗിൾ എങ്ങനെയായിരുന്നു സാറിൻ്റെ? അതൊരുപാട് കടമ്പകൾ കടന്നാണ് ഞാൻ ഒരു സിനിമ എൻ്റെ കയ്യിലേക്ക് വരുന്നത്. അവിടെ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത് പിന്നെ കുറേ വർഷങ്ങൾ ഇങ്ങനെ കുറച്ച് വർഷങ്ങൾ ഇങ്ങനെ അസിസ്റ്റൻ്റായിട്ടും അസോസിയേറ്റായിട്ടും എനിക്ക് പെട്ടെന്ന് ആ രംഗത്തേക്ക് ഒരു ഫസ്റ്റ് അസിസ്റ്റൻറ്റിൽ നിന്ന് സെക്കൻഡ് അസിസ്റ്റൻറ്റിൽ തേർഡ് അസിസ്റ്റൻറ്റിലേക്ക് എത്താൻ എനിക്ക് കൂടുതൽ സമയം എടുക്കേണ്ടി വന്നില്ല. കാരണം ഞാൻ അത്ര ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു പടം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡയറക്ടർ എന്നെ പ്രത്യേകം എന്നെ ശ്രദ്ധിച്ചിട്ട് പറയുമായിരുന്നു, എൻ്റെ മറ്റ് അസിസ്റ്റൻസിനോടും പറയുന്നത്, കാരണം അവനെ കണ്ടുപടി, അവൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. പക്ഷെ അത് നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടായി. അങ്ങനെ ഒരു എനിക്ക് പാലക്കാട് ഒരു പ്രൊഡ്യൂസർ, അദ്ദേഹത്തെ ഞാൻ ഒരു ട്രെയിനിൽ വെച്ച് കണ്ട ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ഒരു കോൺടാക്ട്, എനിക്ക് മദ്രാസിൽ താമസിക്കുന്ന അടുത്തൊരു കോൺടാക്ട് നമ്പറൊക്കെ ഉണ്ട്, അവ വാങ്ങിയിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് സിനിമ ഒന്ന് നിർമ്മിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ വരുന്നു. അപ്പോൾ ഈ ഹോട്ടലിൽ ഞാൻ ചെന്നപ്പോൾ പറഞ്ഞ ഒരു ഫോൺ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇന്നാലാണ്, ഗോപാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, പാലക്കാട് നിന്ന് വിളിക്കുകയാണ്, വൈകുന്നേരം വിളിക്കുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വൈകുന്നേരം ഞാൻ കാത്തു നിന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പറ്റിയാൽ നാളെ കയറി വരിക, ഒരു പടത്തെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. അപ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നിമിത്തം എന്നൊക്കെ പറയുന്നത്. അതെ, അപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ പോയിട്ടൊരു കത്ത് എഴുതി അമ്മയ്ക്ക്, ഇങ്ങനെ ഒരു സിനിമ എനിക്ക് കിട്ടും, ഞാൻ പോവുകയാണ് പാലക്കാട്, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു. നമ്മൾ കൃത്യമായിട്ട് അമ്മയെ അപ്ഡേറ്റ് ചെയ്യണമല്ലോ അല്ലേ? അമ്മ വിഷമിച്ച് നമ്മളൊരു ഫീൽഡിൽ എത്തിയപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിംഗ് സ്റ്റോണിലോട്ട് എത്തുന്നതാണ്. അപ്പോൾ ഇതിനിടയിൽ പല പ്രാവശ്യം ഇതുപോലെ നമ്മൾ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പാലക്കാട് പോകുന്നു. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിന്നു, എന്നെ കൊണ്ടുപോയി ഒരു ചെറിയ ലോഡ്ജിൽ താമസിപ്പിച്ചു. ചെറിയൊരു ലോഡ്ജ്, അവിടെ ഒരു അയ്യരാണ് അവിടുത്തെ ക്യാഷ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ട് എൻ്റെ ഒരു 25 രൂപ എൻ്റെ കയ്യിലെടുത്ത് തന്നു, ഇത് വച്ചേക്കും, എന്തായാലും പുറത്ത് പോയി ടിഫിനൊക്കെ കഴിക്കും,
ഞാൻ ഈവനിങ് വരാമെന്ന് പറഞ്ഞ് ഇദ്ദേഹം പോകുന്നു. അവിടെ എന്താ ചെറിയൊരു പൈസ കൊടുത്തിട്ടുണ്ട്. ഈവനിങ് ഇദ്ദേഹം വന്നില്ല, പിറ്റേ ദിവസം രാവിലെയും വന്നില്ല. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺടാക്ട് നമ്പറുണ്ട്, അതിൽ ഞാൻ വിളിച്ചു, താഴേന്ന് വിളിപ്പിച്ചപ്പോഴത്തേക്ക് അവിടെ പറഞ്ഞത് അദ്ദേഹം വല്ലപ്പോഴൊക്കെ ഇവിടെ വരാറുള്ളൂ, പുള്ളി എവിടെയാണെന്ന് നമുക്കറിയില്ല. എനിക്ക് ടെൻഷനായി. അപ്പോൾ 2 ദിവസമായി. 2 ദിവസം ആയപ്പോഴത്തേക്ക് ഹോട്ടലുകാരൻ പറഞ്ഞു പൈസ തന്നാലേ ഇനി ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇതേലാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ല, വേറെ ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമാണ്, എന്നെ ഒരു സിനിമയുടെ കാര്യത്തിന് വേണ്ടിയാണ് ഇവിടെ കൊണ്ട് ആയിട്ട്. അപ്പോൾ ഈ സ്വാമി എന്നെ ഇങ്ങനെ അടിപൊളി നോക്കിയിട്ട്, അപ്പോൾ ഈ പയ്യൻ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ലുക്കിലാണ് അവരുടെയൊക്കെ ലുക്ക്. ആക്ച്വലി സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ പൈസ തരിക എന്നിട്ട് നിങ്ങൾ പോവുക എന്ന് എന്നോട് പറഞ്ഞ ഞാൻ ആകെ വിഷമിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതിരിക്കുമ്പോൾ അവിടെ അടുത്ത് ഇതൊക്കെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഒരാൾ, ഇപ്പോൾ തമിഴനാണ്, പുള്ളി പറഞ്ഞു എന്നാ അപ്പോൾ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഈ തമിഴ് സിനിമകൾ, പഴയ സിനിമകൾ എടുത്തിട്ട് ഈ തിയേറ്ററിൽ ഗ്യാപ്പ് കളിക്കുന്ന പരിപാടിയുണ്ട്, അതായത് 2 ദിവസം 3 ദിവസം കളിപ്പിക്കും. അന്നൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അതായത് ഒരാഴ്ച കളിക്കുന്ന സിനിമയുടെ ഇടയിൽ അന്ന് പടം ബ്രേക്ക് ആകുമ്പോൾ 2 ദിവസം കളിക്കാൻ വേണ്ടി ഒരു സിനിമ. അപ്പോൾ ആ ഒരു ബിസിനസ് ആയിരുന്നു ഇയാളുടെ. ആ ആളാണ് അവിടെ ഇരുന്നത്. പുള്ളി പറഞ്ഞ് ഞാൻ എൻ്റെ ഒരവസ്ഥ പറഞ്ഞ് എൻ്റെ കണ്ണുനീര് കണ്ടപ്പോൾ അവിടുത്തെ പൈസ സെറ്റിൽ ചെയ്തു, കുറച്ച് പൈസയുണ്ട് ചെയ്തു. അപ്പോൾ എന്നോട് ചോദിച്ചു മദ്രാസിലേക്ക്, എനിക്ക് ഇന്ന് മദ്രാസിലേക്ക് പോകണം, അതിനുള്ള ടിക്കറ്റ് എടുത്തു തന്നു. അവിടെ കൊണ്ടുപോയി പോകുന്ന വഴിക്ക് കാപ്പി വാങ്ങിച്ചു തന്നു, ടിക്കറ്റ് എടുത്തു തന്നു. ഞാൻ പറഞ്ഞു ഞാൻ പൈസ അവിടെ ചെന്ന ശേഷം അയച്ചു തരാം, അഡ്രസ്സ് തരാൻ പറഞ്ഞു. അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ യാത്ര അയച്ചു. അങ്ങനെ വല്ലാത്ത വിഷമത്തോടുകൂടി ഞാൻ തിരിച്ച് എൻ്റെ റൂമിലേക്ക് പോകുന്നു. എൻ്റെ കൂടെ താമസിക്കുന്ന ഫ്രണ്ട്സുകളുണ്ട്, അവരോട് എൻ്റെ അവസ്ഥകളൊക്കെ പറഞ്ഞു. അവർക്കും ഒരു വല്ലാത്തൊരു പ്രയാസമായിരുന്നു. സന്തോഷത്തോടുകൂടി യാത്ര അയച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് 1 വർഷം വീണ്ടും ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അസോസിയേറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തു. ആ സമയത്താണ് രാജസേനൻ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടി റെഡിയായത്. അദ്ദേഹത്തിനൊരു കഥ ഇല്ല വന്നപ്പോൾ ഞാൻ സിനിമ എന്നെങ്കിലും എനിക്കൊരു സിനിമ ചെയ്യാൻ സാധിച്ചാൽ എന്ന് കരുതി ഞാൻ എഴുതി വെച്ചിരുന്ന ഒരു കഥ അദ്ദേഹത്തിന് കൊടുത്തു. അതാണ് ആഗ്രഹം എന്നൊരു സിനിമ. എൻ്റെ കഥയാണ് ആദ്യമായിട്ട് സിനിമയാവും. അതെല്ലാം കഴിഞ്ഞാൽ രാജസേനൻ്റെ കൂടെ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ആഗ്രഹം, പാവം ക്രൂരൻ, സൗന്ദര്യപ്പിണക്കം 3 സിനിമ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം അവിടെ മദ്രാസിൽ സാമീസ് ലോഡ്ജ് ഉണ്ട്. സാമീസ് ലോഡ്ജ് എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമാക്കാരും പണ്ട് വന്ന് താമസിച്ചിട്ടുള്ള സ്ഥലമാണ്. നസീർ സാറ്, മോഹൻലാൽ, അങ്ങനെ തുടങ്ങി മിക്ക ആർട്ടിസ്റ്റുകളും. അപ്പോൾ ആ സമയത്തും വാലങ്കേ നായർ, അങ്ങനെ തുടങ്ങി ഒരു ഉതിരട്ടും പപ്പു, അവരൊക്കെ വന്ന് താമസിക്കുന്ന സ്ഥലമാണ്. അങ്ങനത്തെ ഒരു സാമീസ് ലോഡ്ജാണ് മദ്രാസിലുള്ളത്. അവിടെ ചെന്ന് താമസിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ വാലങ്കേ നായർ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ബാലേട്ടനോട് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഒരു സിനിമ എടുക്കുന്നുണ്ട്, ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ സംസാരിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് കാണാൻ പറ്റില്ല, ബാലേട്ടൻ പുറത്തു പോയിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് എന്നെ പാലക്കാട്ട് നിന്ന് രക്ഷപ്പെടുത്തി മദ്രാസിലേക്ക് അയച്ച അദ്ദേഹത്തിന് ഞാൻ അവിടെ വെച്ച് കാണുന്നു. അത് പെട്ടെന്ന് എനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. അപ്പോൾ അദ്ദേഹം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു തമിഴ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു. കൂടെ ഒരു ഏജൻറ്റും ഉണ്ട്. അപ്പോൾ ഒരു പുതിയ തമിഴ് ഡയറക്ടറെ കാണാൻ വേണ്ടി പോകാനായിട്ട് അവർ ഇറങ്ങി വരുമ്പോഴാണ് എന്നെ കാണുന്നത്. എന്നെ കണ്ട് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എന്നോട് പറഞ്ഞ് വാ, നീയും വാ, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുന്നു. അപ്പോൾ ഈ കാണാൻ പോയ തമിഴ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഡയറക്ടറായിട്ടില്ല, അസോസിയേറ്റ് ഡയറക്ടറാണ്. പുള്ളി ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ അവിടെ ചെന്നപ്പോൾ പുള്ളിയെ കാണാൻ സാധിച്ചില്ല. അതിനുശേഷം തിരിച്ച് അപ്പോഴേ ഞങ്ങൾ ആ വീട്ടിൽ ചെന്നപ്പോൾ, സാലിഗ്രാമം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ വീട്ടിൽ ചെന്നപ്പോൾ അവിടെയുള്ള ഹൗസ് ഓണർ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് വളരെ മോശമായ അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ ഇതുകൂടെ കേട്ടപ്പോൾ ഈ പ്രൊഡ്യൂസറൊക്കെ അവനെ വെച്ചിട്ട് സിനിമ ചെയ്യേണ്ടതായിട്ട് തോന്നി. തിരിച്ച് സാമീസ് ലോഡ്ജിൽ എന്നെയും കൊണ്ടുവന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു.
കഴിച്ച ശേഷം എന്നോട് ചോദിച്ചു, നീ അന്ന് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയല്ലേ അവിടെ വന്നിരുന്നത്, നിനക്ക് എൻ്റെ സിനിമ ഡയറക്റ്റ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അടുത്തൊരു ഒരു സന്തോഷമാണ്. പെട്ടെന്നൊരു ഒരാൾ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യാം, കുഴപ്പമില്ല, പക്ഷേ വേറെ ആളെ കാണാൻ വേണ്ടി വന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അത് സാരമല്ല, നീ ഡയറക്റ്റ് ചെയ്യും, കഥയുണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കഥയുണ്ടായിരുന്നു. ഞാൻ ഒരു കഥ പറഞ്ഞു, അതിഷ്ടമായി. അങ്ങനെ എനിക്ക് ഡയറക്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ച് ശരി, അന്ന് ഒരു ഈവനിങ് ആയി, പോയിട്ട് നാളെ വരാൻ പറഞ്ഞു. അപ്പോൾ തമിഴ് പടമാണ്. ഞാൻ വീട്ടിൽ പോയി എൻ്റെ റൂമിൽ പോയിട്ട് എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു. ഞാൻ അന്ന് രാത്രി ആലോചിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അതെൻ്റെ നാട്ടുകാർ കാണണം, എൻ്റെ അമ്മ കാണണം, എൻ്റെ കുടുംബത്തിലുള്ളവർ കാണണം. പക്ഷേ തമിഴ് സിനിമയാകുമ്പോൾ ഒരു പക്ഷേ അവർക്ക് സാധിച്ചെന്നില്ല, എൻ്റെ അമ്മയ്ക്ക് ഒരു വിഷയം മനസ്സിലായെന്ന് വരില്ല എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തിനോട് പോയി പറഞ്ഞു, നമുക്കിത് മലയാളം ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ചോദിച്ചു, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ സെൻറ്റിമെൻസാണ് പറഞ്ഞത്. ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ എൻ്റെ അമ്മ ആദ്യം കാണണം, എൻ്റെ അമ്മയ്ക്ക് മനസ്സിലാവണം, അതിൻ്റെ ഒരു സെൻറ്റിമെൻസാണ്. അങ്ങനെയാണ് ഒന്നിന് പിറകെ മറ്റൊന്ന് എന്നൊരു സിനിമ ഉണ്ടാകുന്നത്. അതായിരുന്നു ഒരു യാത്രയല്ലേ? യാത്രയല്ലേ. എൻ്റെ 19ാമത്തെ വയസ്സിൽ ഞാൻ സിനിമ സംവിധാനം ചെയ്തു. അടിപൊളി. ശരിക്കും ഞാൻ ചോദിച്ചോട്ടെ, അന്ന് അതായത് പാലക്കാടുള്ള ഒരാളെ കണ്ടില്ലേ, അത് ശരിക്കും അത് തന്നെയാണ് ഇതിൻ്റെ എല്ലാം ഒരു വഴിത്തിരിവല്ലേ? പുള്ളി എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണൻ എൻ്റെ മുന്നിൽ വന്നത് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ, അവിടെ കൊണ്ടെത്തിച്ചുകൊണ്ടല്ലേ ഇയാളെ മീറ്റ് ചെയ്തത്. ഈ മനുഷ്യനെ ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഉണ്ടോ, എൻ്റെ ഇന്റർവ്യൂ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ? ഞാൻ എപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്, പല ഇന്റർവ്യൂവിലും പറഞ്ഞു. അപ്പോൾ എന്നിട്ടെങ്കിലും എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ഇതുവരെ ഇല്ല. ആ മനുഷ്യനെ കുറിച്ച് ഒരു അറിവുമില്ല. അതിപ്പോഴും എനിക്ക് ഒരു അത്ഭുതമായിട്ട് എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിശ്വസിച്ച് പോകുന്നു, ദൈവം തന്നെയായിരിക്കും. അതെ, ഒരു വഴിത്തിരിവല്ലേ, ആ ഒരു ആളെ കണ്ടെത്തി തന്നത്. ഒരാള് അതേ എന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തി മദ്രാസിലേക്ക് അയച്ച അതേ ആള് തന്നെ വീണ്ടും തിരിച്ചു വന്നു എനിക്കൊരു സിനിമ തരും. ഒരു തമിഴ് പ്രൊഡ്യൂസർ എനിക്ക് സിനിമ തരും. അദ്ദേഹത്തിൻ്റെ പേര് സുന്ദരമൂർത്തി എന്നാണ് ആ പ്രൊഡ്യൂസർ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അദ്ദേഹം മരിച്ചു, ഞാൻ പോയിരുന്നു. അപ്പം അതാണ് എൻ്റെ ആദ്യത്തെ സിനിമയുടെ ഇത്. അത് കഴിഞ്ഞ ശേഷം ആ സിനിമ എനിക്ക് സൂപ്പർ ഹിറ്റ് ആക്കാൻ സാധിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ അപ്പോഴ് എൻ്റെ 19ാമത്തെ വയസ്സിൽ ആ സിനിമ ഞാൻ ചെയ്യുമ്പോൾ ഒരു വർഷം ആ സിനിമ പെൻഡിങ്ങിൽ കിടന്നു, മുടങ്ങി കിടന്നു. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ പ്രശ്നമായിട്ട് കിടന്നു. അതിനുശേഷമാണ് ആ സിനിമ റിലീസ് ചെയ്തത്. അപ്പോൾ ഒരു സാമ്പത്തികമായിട്ട് അത്ര വിജയം ഉണ്ടായില്ല. രതീഷ് ആയിരുന്നു നായകൻ, ഷാരി, രോഹിണി, തിലകൻ ചേട്ടൻ ഒക്കെ അഭിനയിച്ച ഒരു സിനിമ, നല്ല സ്വാമിയേട്ടൻ. ഒരു സസ്പെൻസ് ത്രില്ലറായിട്ടുള്ള. അപ്പോൾ പലരും കണ്ടവർ ആ സിനിമ നന്നായി, ആദ്യത്തെ ഒരു സംവിധായകനാണെങ്കിലും നന്നായി പടം ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ രണ്ടാമത് ചെയ്ത സിനിമയാണ് ലയനം. അത് മദ്രാസിലെ സൂപ്പർ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഫൈനാൻസർ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. അതാണ് സൂപ്പർ ഹുഡ് ഫിലിംസ്. ഇപ്പോഴും മദ്രാസിൽ ഏറ്റവും വലിയ കമ്പനി ആയ സൂപ്പർ ഹുഡ് ഫിലിംസ്, ചൗധരി എന്ന് പറയുന്ന അദ്ദേഹമാണ് പടം ചെയ്ത്. അതൊരു സൂപ്പർ ഹിറ്റ് സിനിമയായി മാറി. രണ്ടാമത്തെ സൂപ്പർ ഹിറ്റ്. പിന്നെ അടുത്ത കൗതുക വാർത്തകൾ തുടങ്ങി ഇങ്ങോട്ട് എനിക്ക് ഹിറ്റുകളായിരുന്നു. ഒരുപാട് സിനിമകൾ ദൈവം അനുഗ്രഹിച്ചു. എൻ്റെ മാതാപിതാക്കളുടെ അനുഗ്രഹമൊക്കെ കൊണ്ട് മുന്നോട്ട് പോയി. ശരി, ഈ സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ആസ് എ ഡയറക്ടർ ഒരു സ്ക്രിപ്റ്റ് എടുക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ നോക്കണം. ഉറപ്പായിട്ടും പ്രൊഡ്യൂസർ കാശ് കൊടുക്കുകയാണ്, അപ്പോൾ അത് തിരിച്ച് കൊടുക്കണം അല്ലേ നമുക്ക്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ബെനിഫിറ്റും വേണം, അതിനോടൊപ്പം തന്നെ നമുക്ക് ആ സിനിമ നല്ലതായിരിക്കണം. ഇത് കാണുന്ന ആൾക്കാർക്കും ഒരേപോലെ എന്താ പറയുക, നല്ല കഥയായിരിക്കണം അല്ലേ, എന്തെങ്കിലും വാല്യൂ വേണം സിനിമയ്ക്ക്. അപ്പോൾ എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്ത് ചൂസ് ചെയ്യുന്നത്? അത് ഏറ്റവും വലിയ ടാസ്ക്കാണ്, വലിയ ടെൻഷനാണ്. കാരണം വെച്ചാൽ ഏറ്റവും വലിയ ആദ്യത്തെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡ്യൂസർ നമ്മളെ വിശ്വസിച്ച് ഒരു സിനിമ തരുമ്പോൾ മുടക്കിയ കാശെങ്കിലും തിരിച്ചു കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ആദ്യം ഞാൻ തുടങ്ങുന്നത്. കാരണം പിന്നെ അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ അതിലൊരു കലയുണ്ടാവണം, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം, ഇതൊക്കെ വേണം.
അങ്ങനെ നമ്മൾ പല രീതിയിലായിരിക്കും കഥകൾ സെലക്ട് ചെയ്യുന്നത്. അതായത് കൗതുക വാർത്ത ഞാൻ ചെയ്യുമ്പോൾ ലയനം കഴിഞ്ഞിട്ട് ആ സൂപ്പർ ഹിറ്റിൽ നിൽക്കുന്ന സമയത്താണ് കൗതുക വാർത്ത ചെയ്യുന്നത്. അപ്പോൾ ലയനം പോലെ ഒരു സിനിമ, ഒരു ലവ് സ്റ്റോറി ഒക്കെ ആയിട്ടൊരു സിനിമ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഒരു പ്രൊഡ്യൂസർ പാലക്കാട് നിന്ന് രമ്യ മൂവ്സ് എൻ്റെ കമ്പനി വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ലയനം പോലെ ഒരു സിനിമ എനിക്ക് എൻ്റെ മനസ്സിൽ കഴിഞ്ഞു, അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, ഇനി അങ്ങനെ ഒരു സിനിമയില്ല, ഇനി വേറെ ടൈപ്പിൽ ചെയ്യണം. അങ്ങനെയാണ് കൗതുക വാർത്തയുടെ ഒരു എലിമെൻ്റ് ഞാൻ പറയുകയും അത് നമുക്ക് സിനിമയാക്കാം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു കഥ സെലക്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊഡ്യൂസർക്ക് ഇതൊക്കെ പൈസ കിട്ടുമോ എന്നുള്ള ഒരിത്, പിന്നെ ആ സിനിമയെ ആ ഒരു കഥ എൻ്റെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ ഞാനതൊരു സ്ക്രീനിൽ എൻ്റെ മനസ്സിൽ ഒരു കാണുക. അപ്പോൾ പ്രേക്ഷകർ എങ്ങനെ അത് സ്വീകരിക്കും, ആ ഹ്യൂമർ ഇഷ്ടപ്പെടുമോ, സെൻറ്റിമെൻറ്റ്സ് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ഒന്ന് ഞാൻ മനസ്സിൽ കണ്ടിട്ടാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്. പിന്നെ ഒരു ധൈര്യം, ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ധൈര്യം ദൈവം തരുന്നതാണ്. അപ്പോൾ ഇത് നീ ചെയ്യ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ രംഗത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കൂ. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പിന്നെ എല്ലാം വിജയം ആവുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ 10 സിനിമ ചെയ്യുമ്പോൾ ചിലപ്പോൾ 3 or 4 സിനിമ ചിലപ്പോൾ രക്ഷപ്പെട്ടെന്ന് വരും, ബാക്കി ചിലപ്പോൾ പരാജയം വരും, ചില ആവറേജ് വരും. കാരണം എല്ലാ സിനിമയും 100 ദിവസം ഓടും എന്ന് ഒരു ചിന്തയുണ്ടെങ്കിൽ എല്ലാവരും അവരുടെ കുടുംബം വിട്ട് സിനിമ എടുക്കുമായിരുന്നു, ഇല്ലല്ലോ. പക്ഷെ എന്നാലും നമ്മൾ പ്രാർത്ഥന, ഇപ്പോഴും ഉള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നവർ വളരെ ബുദ്ധിമുട്ടിയാണ് വരുന്നത്. അവരുടെ ഇല്ലാത്ത കാശുകൾ ഉണ്ടാക്കി അവർക്കും ഈ ഒരു നിർമ്മാതാവെന്ന് പറയുന്നത് ഒരു കലാകാരന് മാത്രമേ നിർമ്മിക്കാൻ പറ്റുള്ളൂ. ഒരു കലാകാരനാണ് സിനിമയോടുള്ള ഒരു ഫാഷൻ, അല്ലാതെ ബിസിനസ് മാത്രം അവർ കണ്ടല്ല അവരും വരുന്നത്. അവർക്കും ഉണ്ട് മനസ്സിൽ ഒരു കലയുണ്ടാവും. അപ്പോൾ അത് ഇവിടെ ഉണ്ടായിട്ടാണ് വരുന്നത്. പക്ഷെ എന്നാലും അവർക്ക് ആ പൈസ തിരിച്ചു കിട്ടണമെന്നുള്ള ഒരു മോഹമുണ്ട്. അത് വിശ്വസിക്കുന്നതാരാ? ഈ ഒരു സംവിധാനം മാത്രമാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന, ഒരു സിനിമയുടെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ നമുക്ക് അവർ നാളെ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ ബാധ്യസ്ഥനായിരിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ കഥകളും ഓരോ രീതിയിലും നമ്മൾ സെലക്ട് ചെയ്യുന്നു.